നമസ്കാരം. ബിസിനസ് സ്റ്റഡീസിന്റെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന അടുത്ത ചാപ്റ്ററിനെ കുറിച്ചാണ്. ഇപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്ലാനിംഗ് എന്താണെന്ന്. പ്ലാനിംഗ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഇവിടെ ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ ആ പ്ലാനിനനുസരിച്ച് ഒരു സ്ഥാപനത്തെ സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഘടനയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഓർഗനൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസിംഗിന്റെ മലയാളം എന്താണ്? സംഘാടനം എന്നാണ്. അപ്പൊ സംഘാടനം എന്ന് പറയുമ്പോൾ സംഘടിപ്പിക്കലാണ്. നമ്മൾ പ്ലാനിങ്ങിലൂടെ ഏത് ലക്ഷ്യമാണോ നേടിയെടുക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങളും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഏകോപിപ്പിച്ച് സംയോജിപ്പിച്ച് സംഘടിപ്പിച്ച് പ്രവർത്തന നിരതയിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ഇതിന് പറയുന്നത് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഫംഗ്ഷൻ പ്ലാനിംഗ് ആണ്, രണ്ടാമത്തെ ഫംഗ്ഷൻ ഓർഗനൈസിംഗ് ആണ്. ഇപ്പൊ ഓർഗനൈസിംഗ് എന്ന പ്രക്രിയയിലൂടെ ആണ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് സംഘാടനമാണ്, സംഘടിപ്പിക്കലാണ്. അപ്പൊ എന്താണ് ഓർഗനൈസിംഗ്? വാട്ട് യു മീൻ ബൈ ഓർഗനൈസിംഗ്? Organizing can be defined as identifying and grouping different activities in the organization and bringing together the physical, financial and human resources and establish the productive relationship among them for the achievement of specific goal of the organization. That is, organizing means, or organizing is defined as the grouping of different activities in the organization. ഒരു സ്ഥാപനത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളെ കണ്ടെത്തുകയും ആ കണ്ടെത്തിയ പ്രവർത്തനങ്ങളെ ഓരോ പ്രത്യേക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യുകയും ചെയ്യുക. ആൻഡ് ബ്രിങ്ങിങ് ടുഗദർ, അതിനെയൊക്കെ ഓരോ പ്രത്യേക സ്വഭാവത്തിലുള്ള പ്രവൃത്തികളെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റുക. ആ ഗ്രൂപ്പിങ്ങിനെയാണ് നമ്മൾ പറയുക ഡിപ്പാർട്ട്മെന്റേഷൻ എന്നാണ് പറയുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആൻഡ് ബ്രിങ്ങിങ് ദ ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്, ആ പ്രവൃത്തികൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മാനുഷികവും ഭൗതികവുമായിട്ടുള്ള വിഭവങ്ങളുടെ ശേഖരണം നടത്തുക. എന്നിട്ടോ ആൻഡ് എസ്റ്റാബ്ലിഷ് എ പ്രൊഡക്റ്റീവ് റിലേഷൻഷിപ്പ് എമംഗ് ദം. നമുക്കറിയാം, ഒരു വിഭവത്തെ ഉപയോഗിക്കുമ്പോഴാണ് ആ വിഭവത്തിന്റെ ഉപയോഗം നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോ പ്രവർത്തനവും വിഭവവും തമ്മിൽ എന്തുണ്ടാകണം? റിലേഷൻഷിപ്പ് ഉണ്ടാകണം. അപ്പോ ഒരു പ്രവൃത്തിക്ക് എന്താണ് പ്രവൃത്തികൾ എന്ന് കണ്ടെത്തുന്നു, ആ പ്രവൃത്തികളെ ഒരു പൊതു സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യുന്നു, എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നു. വിഭവങ്ങൾ ശേഖരിച്ച് ആ വിഭവത്തെയും പ്രവർത്തനത്തെയും ഒരു ബന്ധം, ഉൽപാദനപരമായിട്ടുള്ള ഒരു ബന്ധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഇതൊരു തരത്തിലുള്ള പ്രോസസ്സാണ്. അതായത് ഒരുപാട് പ്രക്രിയകൾ നമുക്ക് കണ്ടു. ആ പ്രക്രിയകൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ശേഖരിച്ചു. ആ വിഭവങ്ങളും പ്രക്രിയകളും തമ്മിൽ ഉൽപാദനപരമായിട്ടുള്ള ബന്ധം സൃഷ്ടിച്ചു. ഇനി ആ പ്രക്രിയകൾ അടുത്ത സ്റ്റേജിലൂടെ അത് റൺ ചെയ്യുമ്പോൾ ഈ വിഭവങ്ങളെ ഉപയോഗിക്കും. വിഭവങ്ങളെ ഉപയോഗിക്കുമ്പോഴാണ് എന്തെങ്കിലും ലഭിക്കുക? നമുക്ക് ലക്ഷ്യങ്ങൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോ മനസ്സിലാക്കുക, ഈ പ്രക്രിയയിൽ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് എന്ന്, അതായത് നേരത്തെ പ്ലാനിങ്ങിലൂടെ കണ്ടെത്തിയ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും ആ പ്രവർത്തനങ്ങളെ ഒരു പ്രത്യേക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യുകയും അതിനാവശ്യമായ വിഭവങ്ങളുടെ സമാഹരണം നടത്തുകയും ആ വിഭവങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒരു ബന്ധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്.
ഓർഗനൈസിംഗ് ഇസ് ജസ്റ്റ് എ പ്രിപ്പറേറ്ററി സ്റ്റേജ്, അതായത് ഒരു എന്താണ് കാര്യങ്ങളെ ഒരുക്കി വെക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു ഡെഫിനിഷൻ കൂടെ നമുക്ക് ഓർഗനൈസിംഗിന് വേണ്ടി പറയാം. അക്കോർഡിംഗ് ടു G.R. Terry, organizing is the establishing of effective authority relationship among selected work persons. Establishment of effective authority relationship among the selected work persons and workplace in order for the group to work together effectively. അതായത് വർക്ക് പേഴ്സൺസും വർക്ക് പ്ലേസുകളും പൊസിഷൻസും തമ്മിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അതോറിറ്റി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എഫക്റ്റീവ് ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ഈ രണ്ട് ഡെഫിനിഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഓർഗനൈസിംഗ് ഈസ് ദ പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ. ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഘടനയെ സൃഷ്ടിക്കലാണ്, അല്ലെങ്കിൽ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന് ആവശ്യമായ വിഭവങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സംഘാടനമാണ്, സംഘടിപ്പിക്കലാണ്. അപ്പൊ ഇതൊരു സംഘടിപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഇത് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഘാടനം എന്നുള്ളതാണ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ രൂപകൽപ്പന നടക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന്റെ രൂപകൽപ്പന നടത്തുന്നു. അതായത് പ്ലാനിങ്ങിൽ നമ്മൾ കണ്ടെത്തിയ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ രൂപകൽപ്പനയും അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങളുടെ ശേഖരണവും നടക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുക, സംഘാടനം എന്ന് പറയുന്നത്. ഈ വിഭവങ്ങളും പ്രവർത്തികളും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്ന് കൂടിയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഇത് സംഘാടനമാണ്, സംഘടിപ്പിക്കലാണ്. പ്രവർത്തനം തുടങ്ങണം, അത് അടുത്ത സ്റ്റേജോട് കൂടിയിട്ടാണ് പ്രവർത്തനം തുടങ്ങുക. ഈ സ്റ്റേജിൽ ഒരുക്കി വെക്കലാണ്, അതുകൊണ്ടാണ് ഇത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് എന്ന് പറയാൻ കാരണം. അപ്പൊ ഓർഗനൈസിംഗ് പ്രോസസ്സാണ്, ഓർഗനൈസിംഗ് സ്ട്രക്ചറാണ്. ഓർഗനൈസിംഗ് ആണ് ഒരു സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു ഘടന സൃഷ്ടിക്കുന്നത്. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, ഒന്നിന് പിറകെ ഒന്നായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം, അതിന് വിഭവങ്ങൾ എത്ര ആവശ്യമുണ്ട്, അവർക്ക് അതോറിറ്റി എത്ര ആവശ്യമുണ്ട്, അവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരുക്കി വെക്കലാണ്, അല്ലെ ഒരുക്കമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, ഓർഗനൈസിംഗിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഓർഗനൈസിംഗ് എന്ന പ്രക്രിയയുടെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഒരു സംഘാടനം പൂർണ്ണ രീതിയിൽ നടക്കണമെങ്കിൽ അവിടെ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്, അതിന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സ്റ്റെപ്സ് ഓഫ് ഓർഗനൈസിംഗ് 4 സ്റ്റെപ്പുകളാണുള്ളത്. അതിനെ പറയാം. 1, ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. 2, ഡിപ്പാർട്ട്മെന്റേഷൻ. 3, അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. 4, എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി ആൻഡ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഈ 4 സ്റ്റെപ്പിലൂടെയാണ് ഓർഗനൈസിംഗ് കടന്നു പോകുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പുകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. എന്താണ് ഈ സ്റ്റെപ്പിലൊക്കെ അടങ്ങിയിരിക്കുന്നത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എന്നുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്കാണ്. പ്രവൃത്തികൾ എന്തൊക്കെയാണ് തിരിച്ചറിയുക, ആ പ്രവൃത്തികളെ വിഭജിക്കുക. വലിയ പ്രവൃത്തികളായിരിക്കും, ആ പ്രവൃത്തികളെയൊക്കെ വിഭജിച്ച് ചെറിയ ചെറിയ പ്രവൃത്തികളാക്കി മാറ്റുക. The first step in the process of organizing involves identifying and dividing the work according to the previous plans. മുന്നേയുള്ള പ്ലാനിനനുസരിച്ചുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്തൊക്കെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുക. ആ ഐഡന്റിഫൈ ചെയ്ത പ്രവർത്തനത്തെ ഡിവൈഡ് ചെയ്ത് പീസ് ആക്കിയിട്ട് മാറ്റുക. Then that identified work according to the plan divided into manageable activities so that duplication can be avoided and on the base of work can be performed efficiently by the employees. അതായത് ഇങ്ങനെ വർക്കിനെ ഐഡന്റിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം.
അതോടൊപ്പം തന്നെ ഒരു വർക്കർക്ക് ഏത് വർക്കാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ബോധം ഉണ്ടാവുകയും ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ആ വർക്ക് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ലക്ഷ്യം നമ്മൾ നേരത്തെ പ്രസ്താവിച്ചിരിക്കുന്ന ലക്ഷ്യം വളരെ കാര്യക്ഷമമായി നേടിയെടുക്കാൻ സാധിക്കും. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ നേരത്തെ തയ്യാറാക്കിയ പ്ലാനിനനുസരിച്ചുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്തൊക്കെയാണ്, ആ പ്രവർത്തനത്തെ തിരിച്ചറിയുക, അതിനെ മാനേജബിൾ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് മാനേജബിൾ യൂണിറ്റ് ആക്കുകയാണെങ്കിൽ അവരുടെ ഡ്യൂപ്ലിക്കേഷൻ കുറയും. അതോടൊപ്പം തന്നെ അത് അസൈൻ ചെയ്ത് കൊടുക്കുന്ന വ്യക്തികൾക്ക് അവരുടെ വർക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ള നേട്ടവും ഇതിനുണ്ട്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റേഷൻ ആണ്. വകുപ്പ് നിർണയം, ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കുക. ഡിപ്പാർട്ട്മെന്റേഷൻ മീൻസ് the creation of departments by grouping similar activities with a common objective. ഒരു പൊതുവായുള്ള പ്രവർത്തനം, ഒരു പൊതുലക്ഷ്യമുള്ള പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഓർഗനൈസ് ചെയ്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നതിനെയാണ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുന്നത്. Departmentation means grouping of activities of similar character and similar objectives and put under one head or put under one department. ഒരു ഡിപ്പാർട്ട്മെന്റിലോ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ കീഴിലേക്കോ ആ പ്രവൃത്തികളെ, ഒരേ സ്വഭാവത്തിലുള്ള പ്രവൃത്തികളെ ഗ്രൂപ്പ് ചെയ്ത് നിർമ്മിക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുകയാണെങ്കിൽ, അങ്ങനെ ഗ്രൂപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പ്രക്രിയയെ പറയുന്ന പേരാണ് എന്ത്? ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കാര്യം? ഇപ്പൊ പർച്ചേസ് എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ എങ്കിൽ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കുറെ ഫംഗ്ഷൻസ് ആക്കി ഫസ്റ്റ് സ്റ്റേജിൽ. രണ്ടാമതായിട്ട് എന്താ ചെയ്യുന്നത്? രണ്ടാമതായിട്ട് ചെയ്യുന്നത് ഈ ആക്ടിവിറ്റീസിനെ ഒക്കെ പൊതു സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അങ്ങനെ നമുക്കൊരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും. സെയിൽസ് ആണെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും. അങ്ങനെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രത്യേകത എന്താണ്? ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ പ്രത്യേക പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റില് പർച്ചേസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഓർഡർ കൊടുക്കുക, പർച്ചേസ് ചെയ്യുക, ഗോഡൌണിൽ സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുക. അതിനൊരു ഹെഡ് ഉണ്ടാവും, അതാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് എന്ന് പറയും. നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന വിഭാഗമാണ് ഇവർ. അപ്പൊ അങ്ങനെ എന്താണ്, ഒരു പ്രത്യേക സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെയൊക്കെ ഗ്രൂപ്പ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കി. ഇതൊക്കെ എന്താണ് മനസ്സിലുള്ള അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബ്ലൂ പ്രിന്റോടുകൂടി ബ്ലൂ പ്രിന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എഴുതിക്കൊണ്ടോ എഴുതി വെച്ചുകൊണ്ടോ ഒക്കെ ചെയ്യുന്നതാണ്. ഫിസിക്കൽ എക്സസൈസ് ഒന്നും ഇതിന് വന്നിട്ടുണ്ടാവില്ല. ഇനി എന്ത് ചെയ്യണം? അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വളരെ ന്യൂമറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. ആ ആക്ടിവിറ്റീസിനൊക്കെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യണം, പൊസിഷൻസിന് അസൈൻ ചെയ്യണം ഓരോ ഡ്യൂട്ടിയും. അപ്പൊ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. എന്തൊക്കെയാണ് ഇവർ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടീസ് എന്നുള്ളതാണ്. വൺസ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ബീൻ ഫോംഡ്, ഈച്ച് of them is placed under a charge of an individual. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്, അതിന്റെ പൊസിഷൻസ് ഉണ്ട്. ആ പൊസിഷൻസിനെ ഒക്കെ ഓരോ ഹെഡിന്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യുന്നു. ജോബ്സ് ആർ then allocated to the members of each department in accordance with the skill and the competencies. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓരോ പൊസിഷൻസ് ഉണ്ടാവും. ആ പൊസിഷൻസിന്റെ ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നു. ആ ഡ്യൂട്ടിയിലേക്ക് ഓരോ വ്യക്തികളെയും ഓരോ ഇൻഡിവിജ്വൽസിനെയും അസൈൻ ചെയ്യുന്നു, അവരുടെ സ്കില്ലിനും അവരുടെ ക്വാളിറ്റിക്കും അനുസരിച്ച്.
അങ്ങനെ അവിടെ അവർക്ക്, അതായത് നമ്മൾ മൊത്തം വർക്ക് എന്താണെന്ന് കണ്ടു. ആ മൊത്തം വർക്കിനെ എന്താണ് മാനേജബിൾ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ മാനേജബിൾ യൂണിറ്റ് ആയി ഡിവൈഡ് ചെയ്തതിനു ശേഷം ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കി. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓരോ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തു. ആ പൊസിഷൻസിന് ആവശ്യമായിട്ടുള്ള പൊസിഷൻസിന് ഓരോരുത്തർക്കും ചെയ്യേണ്ടുന്ന പ്രവൃത്തി എന്താണ് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് അധികാരം നൽകണം. എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി ആൻഡ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. അപ്പൊ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം, അതായത് ഓരോ പൊസിഷനും. അങ്ങനെ ലാസ്റ്റ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അതോറിറ്റി ആൻഡ് ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ഈച്ച് ആൻഡ് എവരി പൊസിഷൻ. ഓരോ പൊസിഷനും എന്താണ് അധികാരമെന്നും ഓരോ പൊസിഷനും ഏത് മേലധികാരിയോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതുമെന്നുള്ള ഉത്തരവാദിത്വവും നിർണയിക്കുന്നു. അങ്ങനെ അധികാരത്തിലൂടെയും ഉത്തരവാദിത്വത്തിലൂടെയും മാത്രമേ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ സുഗമമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇപ്പൊ എനിക്കൊരു അധികാരമുണ്ട്. എന്റെ അധികാരം, അതോടൊപ്പം തന്നെ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്റെ ഉത്തരവാദിത്വം, അതായത് ഞാൻ എന്റെ അധികാരം വിനിയോഗിക്കുമ്പോൾ ആ അധികാരം വിനിയോഗിക്കപ്പെടുന്ന പ്രവൃത്തിയിൽ അത് പൂർണ്ണമായും വിജയപ്രദമാക്കി ചെയ്തു തീർക്കണമെന്നുള്ള ഉത്തരവാദിത്വം. അതോടൊപ്പം തന്നെ ഞാൻ എത്രത്തോളം എന്റെ പ്രവൃത്തി വിജയകരമായി ചെയ്തു എന്നതിന് ഞാൻ എന്റെ മേലധികാരിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ അധികാരവും ഉത്തരവാദിത്വവും എന്ന് പറയാ. ഏതൊരു പൊസിഷനും അതിൻ്റെതായിട്ടുള്ള അധികാരവും ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വവും ഉണ്ടാവും. അപ്പൊ അധികാരത്തിന്റെ നിർവചനവും ഓരോ പൊസിഷന്റെയും ഉത്തരവാദിത്വത്തിന്റെ ഫിക്സിംഗും നടക്കുന്ന സ്റ്റേജ് ആണ് ഈ 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. While allocating jobs, proper authority and responsibility must also be assigned. നേരത്തെ പറഞ്ഞു, ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുമ്പോൾ ആ അസൈൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൂടെ അവർക്ക് അസൈൻ ചെയ്യണം. അങ്ങനെ പ്രോപ്പർ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പൊസിഷനും അവരുടെ അതോറിറ്റി ഉണ്ട്. ആ വർക്ക് ചെയ്യാൻ അവർക്ക് അതിന്റെ ഉത്തരവാദിത്വവും ഉണ്ട്. ആ ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ വർക്ക് ചെയ്യും, അധികാരം ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ ഈ 4 സ്റ്റേജും കൂടി കടന്നു വരുമ്പോ ഒരു സ്ഥാപനത്തിന്റെ ഘടനയായി, ഒരു സ്ഥാപനത്തില് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്, അവിടെ എത്രയൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ആവശ്യമാണ്, ആ ഡിപ്പാർട്ട്മെന്റുകളിൽ എത്രയൊക്കെ പൊസിഷൻസ് ആവശ്യമാണ്, ആ പൊസിഷൻസിൽ എത്ര വ്യക്തികൾ ആവശ്യമാണ്, ആ വ്യക്തികളുടെ അധികാരവും ഉത്തരവാദിത്വവും എന്താണ്, ഇതൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു. അപ്പൊ അവിടെ ഘടന വന്നു കഴിഞ്ഞു. ആ ഘടനയിലേക്ക് ആവശ്യമായ വിഭവങ്ങളും നൽകുമ്പോ പ്രവർത്തനത്തിന് സജ്ജമായിരിക്കുന്ന ഒരു സ്ഥാപനം നിലവിൽ വരികയാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് 1 ലക്ഷം രൂപ ആവശ്യമുണ്ട്, അവർക്ക് 1 ലക്ഷം രൂപ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇനി എന്ത് ചെയ്യാം? ഏതോ ഒരു നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രവർത്തനം ആരംഭിക്കാം, അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കാം. അപ്പൊ മനസ്സിലാക്കുക, ഇവിടെ സംഘാടനമാണ്, സംഘടിപ്പിക്കുക എന്നുള്ളതാണ് സ്ഥാപനത്തിന്റെ ഘടനയുടെ നിർണയമാണ് എവിടെ നടക്കുന്നത്? ഓർഗനൈസിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നടക്കുന്നത്. ഇതാണ് ഓർഗനൈസിംഗ്. അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ